നമ്പർ RP8683. കാക്കനാട്ട് ജയിലിലെ എ ബ്ലോക്കിൽ ബോച്ചയ്ക്കൊപ്പമുള്ളത് മോഷണ ലഹരി കേസിലെ 5 പ്രതികൾ. ജയിലിൽ അനുസരണയുള്ള പുതിയ മനുഷ്യൻ. കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന വ്യക്തി എന്നതുമായി ഏറ്റവും ചേരുന്ന പേരാണ് ബോബി ചെമ്മണ്ണൂർ. 2 ദിവസങ്ങൾക്ക് മുമ്പ് നടി ഹണി റോസ് പോലീസിൽ ഫയൽ ചെയ്ത അധിക്ഷേപ പരാതിയിന്മേൽ ബോബി ചെമ്മണ്ണൂർ ജയിലിലാണ്. കാക്കനാട്ടെ ജയിലിൽ ആദ്യ മണിക്കൂറുകൾ തള്ളി നിൽക്കുമ്പോൾ ബോബി ചെമ്മണ്ണൂർ അനുസരണാശീലമുള്ള പുതിയ മനുഷ്യൻ. ജയിൽ നിയമം എല്ലാം അനുസരിക്കുന്നു. ജയിൽ വാർഡന്മാർ പറയുന്നതും കേൾക്കുന്നു. പരിഭവമൊന്നുമില്ലാതെ സാധാ തടവുകാരനായി കഴിയുകയാണ് ബോച്ചെ. കാക്കനാട് ജയിലിലെ എ ബ്ലോക്കിലെ 1ാമത്തെ സെല്ലിലായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ കഴിഞ്ഞ ദിവസത്തെ അന്തിയുറക്കം. ജയിൽ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും കഴിച്ചു. 10 പേർക്ക് കഴിയാവുന്ന സെല്ലിൽ 6ാമനായി പായും പുതപ്പും വിരിച്ച് നിലത്ത് കിടന്നുറക്കം. 5 പേർ ആ സെല്ലിലുണ്ടായിരുന്നു. ബോബിക്ക് സെല്ലിന് പുറത്തിറങ്ങാൻ അനുവാദമുണ്ട്. എന്നാൽ എല്ലാവർക്കും ബോബി ചെമ്മണ്ണൂരിനെ അറിയാം. മുതലാളിയാണെന്നും പരസ്യമാണ്. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയാൽ മറ്റ് തടവുപുള്ളികൾ വളയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് തടവുപുള്ളികൾ സെല്ലിൽ കയറുമ്പോൾ മാത്രമാണ് ബോബി ചെമ്മണ്ണൂരിനെ പുറത്തേക്ക് വിടുന്നത്. തടവുകാരായ മറ്റുള്ളവർ ബോച്ചയെ ശല്യപ്പെടുത്താതിരിക്കാനാണ് ഇതെല്ലാം. സാധാ പരിഗണനകൾ മാത്രമേ അനുവദിക്കാൻ കഴിയൂവെന്ന് ജയിൽ അധികൃതർ ബോച്ചയെ അറിയിച്ചിട്ടുണ്ട്. ജാമ്യം കിട്ടും വരെ ഇങ്ങനെ പോട്ടെ എന്ന നിലപാടിലാണ് ബോച്ചയും. മോഷണം, ലഹരിമരുന്ന് കച്ചവടം തുടങ്ങിയ കേസുകളിലെ 5 പ്രതികൾക്കൊപ്പമാണ് ബോച്ചയും ഇട്ടിരിക്കുന്നത്. ജയിലിൽ കഴിഞ്ഞ ദിവസം ചോറും ചപ്പാത്തിയും ബോച്ചയ്ക്ക് നൽകി. ഇന്ന് രാവിലെ ചപ്പാത്തിയും കടലക്കറിയും നൽകി. ശനിയാഴ്ച ഉച്ചയ്ക്ക് മട്ടനും ചോറുമാണ്. ആഹാരപ്രിയനായ ബോച്ചയ്ക്ക് ഇന്ന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ നാളെ ജയിലിലെ മട്ടൻ കഴിക്കാൻ യോഗമുണ്ടാകും. ബോബിയെ ഇന്ന് രാവിലെ ജയിൽ ഡോക്ടർമാർ പരിശോധിച്ചു. ഇന്നലെ രക്തസമ്മർദ്ദം താഴുന്നതിനെ തുടർന്ന് കോടതി മുറിക്കുള്ളിൽ ബോബി തളർന്നു വീണിരുന്നു. അതേസമയം കേസിൽ ജാമ്യം തേടി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിക്കാൻ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകർ ആലോചിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് തന്നെ വിധി ഉണ്ടാകുമെന്ന് ഉറപ്പില്ലാത്തതിനാൽ ഹൈക്കോടതിയെ നേരിട്ട് സമീപിക്കാനും ആലോചനയുണ്ട്. നാളെ 2ാം ശനിയും പിറ്റേന്ന് ഞായറാഴ്ചയുമായതിനാൽ ഇന്ന് ജാമ്യം ലഭിച്ചില്ലെങ്കിൽ 2 ദിവസം കൂടി ബോബി ജയിലിൽ കഴിയേണ്ടി വരും.